കോട്ടയത്ത് പാലാ സെന്റ് തോമസ് കോളേജ് നല്ല കോളേജാണ്. അവിടെ ഇത്തരം പ്രഭാഷണങ്ങളും എക്സ്ട്രാ കരിക്കുലർ പരിപാടികളും ഒക്കെ നടക്കാറുള്ളതാണ്. അപ്പോൾ ആ കോളേജിൽ ഒരു പ്രഭാഷണ പരിപാടിയിൽ നിന്ന് ദ കാരവൻ മുൻ എഡിറ്റർ വിനോദ് കെ ജോസിനെ ഒഴിവാക്കി. ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ അവസ്ഥ എന്ന വിഷയത്തിൽ സംസാരിക്കാനായിരുന്നു ക്ഷണം. ഫെബ്രുവരി 5 നടക്കേണ്ടിയിരുന്ന പരിപാടിയുടെ പോസ്റ്ററും നേരത്തെ പുറത്തിറങ്ങിയിരുന്നു. താനൊരു വിവാദ വ്യക്തിത്വമാണെന്നും മാനേജ്മെന്റും പ്രിൻസിപ്പളും തന്റെ സാന്നിധ്യം താല്പര്യപ്പെടുന്നില്ലെന്നും അറിയിപ്പ് ലഭിച്ചതായും വിനോദ് കെ ജോസഫ് ഫേസ്ബുക്കിൽ കുറിപ്പിട്ടു. ഇതോടുകൂടിയാണ് ഇത് പുറത്തറിഞ്ഞത്. മുൻ സൈനിക മേധാവി എം നരവനെയുടെ വിവാദമായ പുസ്തക ഭാഗങ്ങൾ ദ കാരവനാണ് പുറത്തുവിട്ടത്. ഈ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇപ്പോൾ വിനോദിന് ആദ്യം ക്ഷണം കൊടുക്കുകയും പിന്നീട് അതൊരു ഡിസിൻവിറ്റേഷനായി മാറുകയും ചെയ്തത്. അഖിലുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. അഖിൽ, എന്തുകൊണ്ടാണ് കോളേജ് ഇങ്ങനെയൊരു നടപടി എടുത്തത്? സാധാരണ ഇത്തരമൊരു പരിപാടിക്ക് ക്ഷണിച്ചാൽ അവിടെ വന്ന്, പ്രത്യേകിച്ചൊരു കോളേജാണെങ്കിൽ വ്യത്യസ്ത ചിന്തകളും സംസാരവും ഒക്കെ ഉണ്ടാവേണ്ടതാണ്. എന്താണ് പെട്ടെന്ന് വിനോദിനെ ക്ഷണിച്ചതിന് ശേഷം ആ ക്ഷണം അവർ തന്നെ റദ്ദ് ചെയ്തത്? അഖിൽ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ഡോക്ടർ അരുൺകുമാർ. നമ്മളിതുമായി ബന്ധപ്പെട്ട അവരുടെ ഒരു വിശദീകരണം നമ്മൾ അവരോട് ചോദിച്ചിരുന്നതാണ്. എന്തുകൊണ്ടാണ് അതിൽ എന്തെങ്കിലും പ്രതികരിക്കാനുണ്ടെന്ന് കാര്യം. പക്ഷേ അവർ ഒരു തരത്തിലും ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ തയ്യാറാവുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മൾ അവരോട് ചോദിച്ച സമയത്ത് അവരുടെ മറുപടി ഇങ്ങനെയായിരുന്നു. അതായത് ഫേസ്ബുക്ക് പോസ്റ്റ് നിങ്ങൾ കണ്ടില്ലേ, അതിനപ്പുറത്തേക്കൊന്നും പറയാനില്ല എന്നുള്ളൊരു മറുപടി മാത്രമാണ് നൽകുന്നത്. അതായത് ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്ന കാര്യങ്ങൾ ഒരു പക്ഷേ അത് തന്നെയാണ് ഞങ്ങളുടെയും അല്ലെങ്കിൽ അദ്ദേഹം സൂചിപ്പിച്ച കാര്യങ്ങൾ തന്നെ കൊണ്ട് തന്നെയാണ് ഞങ്ങളും ഇവരെ ഒഴിവാക്കിയതെന്ന് പറയാതെ പറഞ്ഞു വെക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളതാണ്. നമുക്ക് വിനോദ് കെ ജോസിന്റെ ആ ഫേസ്ബുക്കിൽ കൃത്യമായി തന്നെ പറയുന്നുണ്ട്. അതായത് പ്രിൻസിപ്പാളിനും മാനേജ്മെന്റിനും വിവാദങ്ങളിൽ ഉൾപ്പെട്ടിരിക്കുന്ന വ്യക്തിയെ അവിടെ പ്രസംഗിക്കുന്നതിനോ അല്ലെങ്കിൽ അവിടെ വരുന്നതിന് താല്പര്യമില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഒഴിവാക്കി എന്നുള്ള കാര്യമാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. അതായത് കോളേജ് ഇതിനകത്ത് തൃപ്തികരമായ വിശദീകരണം ഇതുവരെയും നൽകിയിട്ടില്ല. വിനോദ് നമുക്കൊപ്പമുണ്ട്. വിനോദ് കെ ജോസ്, ഗുഡ് മോർണിംഗ്. വിനോദ് കെ ജോസ്, വളരെ നിർഭാഗ്യകരമായ കാര്യം, നമ്മുടെ സംസ്ഥാനത്ത് ഒട്ടും സംഭവിക്കാൻ പാടില്ലാത്ത കാര്യമാണ്. പല സെന്റ് തോമസ് കോളേജിന് വേണ്ടി ഞങ്ങൾ തന്നെ താങ്കളോട് ക്ഷമയോദിക്കുന്നു. എന്താണ് യഥാർത്ഥത്തിൽ അവർ അറിയിച്ചത് വിനോദ് കെ ജോസ്? ഗുഡ് മോർണിംഗ് ഡോക്ടർ അരുൺ. എനിക്കൊരു ഫോൺ കോള് വരികയായിരുന്നു ഇന്നലെ ഉച്ച സമയത്ത്. അത് പ്രകാരം അവര് ഇതിനു മുൻപൊരു 2 മാസത്തെ പ്രിപ്പറേഷനും ബാക്ക് ആൻഡ് ഫോർത്തും ഉണ്ടായിരുന്നു ഈ ഒരു കീനോട്ട് ടോക്ക് കൊടുക്കണം എന്ന് പറഞ്ഞിട്ട്. അപ്പം സ്വാഭാവികമായും അതിന്റെ ഒരു ലോജിസ്റ്റിക്സ് ആയിട്ടുള്ള ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ എന്നുള്ള നിലയ്ക്കാണ് ഞാൻ കോള് പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ അവര് അതിന്റെ ഒരു ബുദ്ധിമുട്ട് അറിയിച്ചു. അവര് പറഞ്ഞത് ഞാനൊരു കോൺട്രവേഴ്ഷ്യൽ ഫിഗർ ആണ് എന്ന് പ്രിൻസിപ്പലിനും മാനേജ്മെന്റിനും തോന്നുന്നു, അതുകൊണ്ട് ദേ വുഡ് ലൈക്ക് ടു ഡിസ്ഇൻവൈറ്റ് മീ. അങ്ങനെ പറഞ്ഞപ്പോൾ ഞാനത് സന്തോഷത്തോടു കൂടി അക്സെപ്റ്റ് ചെയ്തു. ബിക്കോസ് ദാറ്റ് സംതിങ് ദാറ്റ് അത് നമ്മൾ ഒരു ആർഗ്യൂ ചെയ്യേണ്ടോ ഫൈറ്റ് ചെയ്യേണ്ടോ ഒരു കാര്യമല്ലല്ലോ എന്ന് ചിന്തിച്ചു. ഈ കോൺട്രവേഴ്സിയൽ എന്ന് അവർ ഉദ്ദേശിച്ചത് എന്താണ്? കാരവനിൽ ആയിരുന്ന സമയത്തും അതല്ലാതെയും താങ്കൾ നടത്തിയ പത്രമാധ്യമ ഇടപെടലുകൾ ഇവർക്ക് അറിയാത്തതാണോ? അറിയാത്തതല്ലായിരിക്കും. കാരണം എനിക്കതിന്റെ ഒരു ബാക്കി സ്പെക്കുലേഷൻ ലെവലിലാണല്ലോ. കാരണം അവര് വളരെ താല്പര്യത്തോടു കൂടി വിളിക്കുകയും അത് കോർഡിനേറ്റ് ചെയ്യേണ്ട വിദ്യാർത്ഥികൾ അതിന്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ തയ്യാറാക്കുന്നതിന് വേണ്ടി അതിന്റെ 2 ദിവസം മുൻപ് കൂടി വിളിക്കുകയും പോസ്റ്ററുകൾ തയ്യാറാക്കുക, അതിന് വേണ്ടിയിട്ടുള്ള ടോപ്പിക്കുകൾ ബയോ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പാരഗ്രാഫ് വേണമെന്ന് ആവശ്യപ്പെട്ടു. അങ്ങനെ അതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള പല കാര്യങ്ങളുടെയും ബാക്ക് ആൻഡ് ഫോർത്ത് ഒക്കെ നടന്നതിന് ശേഷമാണ് ഇതിന്റെ ഡിസ്ഇൻവിറ്റേഷൻ നടന്നിട്ടുള്ളത്. ഈ ഒടുവിൽ രാഹുൽ ഗാന്ധി ഉയർത്തിയ നരവനെ പുസ്തകത്തിന്റെ ചില ഭാഗങ്ങൾ കാരവൻ പ്രസിദ്ധീകരിച്ച ഫെബ്രുവരിയിലെ ഇഷ്യൂവുമായി ബന്ധപ്പെട്ട് അങ്ങനെ ഒരു വിവാദം ഉയർന്ന പശ്ചാത്തലത്തിലാകാൻ സാധ്യതയുണ്ടെന്ന് കരുതുന്നുണ്ടോ താങ്കൾ? അത് എനിക്ക് ഇതിൽ കൂടുതൽ വിവരം അറിഞ്ഞുകൂടാ. ബാക്കി നിങ്ങളുടെ റിപ്പോർട്ടർ ചോദിച്ചതുപോലെ അവരുടേതായ ഒരു വേർഷൻ എനിക്ക് ഇതിൽ കൂടുതൽ കിട്ടിയിട്ടില്ല. ഈ ഒരു ഒറ്റ സെന്റൻസിലുള്ള ഒരു അറിയിപ്പ് മാത്രമേ അതിൽ നിന്ന് ലഭിച്ചിട്ടുള്ളൂ. ഓക്കെ, താങ്ക് യു. എന്നാലും വളരെ നിർഭാഗ്യകരമായി പോയി വിനോദ്. കാരണം ഈ സർവകലാശാലകളും കോളേജുകളൊക്കെ വ്യത്യസ്ത ചിന്തകളുടെ പരീക്ഷണശാലയല്ലേ. പക്ഷേ അവിടെ ഇങ്ങനെയൊക്കെ ഒരു നിലപാടെടുക്കുമ്പോഴേ. താങ്ക് യു വിനോദ്, താങ്ക് യു. വിനോദാണ് നമുക്കിപ്പം പ്രതികരിച്ചത്. വിനോദ് കെ ജോസ് കാരവൻ്റെ മുൻ എഡിറ്ററാണ്. അദ്ദേഹം ഇപ്പോൾ കാരവനിലില്ല. പക്ഷേ ഒരു വിവാദ വ്യക്തിത്വമായതുകൊണ്ട് താങ്കളുടെ ക്ഷണം തൽക്കാലം ഞങ്ങൾ റദ്ദ് ചെയ്യുന്നു എന്നൊക്കെ പറയുന്നത് എന്ത് മാന്യതയാണെന്ന് മനസ്സിലാവുന്നില്ല. മാത്രമല്ല അതിനകത്ത് എന്താണ് വിനോദ് കെ ജോസിനെ ക്ഷണിച്ചാലുള്ള കുഴപ്പം? ഇത്തരം മാധ്യമപ്രവർത്തകരെ അല്ലേ നമ്മൾ ക്യാമ്പസുകളിലേക്ക് കൊണ്ടുവന്ന് അവരുടെ പ്രതികരണങ്ങൾ കേൾക്കുകയല്ലേ വേണ്ടത്? ചെറുപ്പക്കാരല്ലേ, കുട്ടികൾ പഠിക്കണ്ടേ, വ്യത്യസ്ത കാഴ്ചപ്പാടുണ്ടാവണ്ടേ? സ്റ്റേറ്റ് ഓഫ് ഡെമോക്രസി എന്ന വിഷയത്തിലായിരുന്നു വിനോദ് സംസാരിക്കേണ്ടിയിരുന്നത്. എന്നാലും അത്യന്തം നിർഭാഗ്യകരമായി പോയി. പ്രിയപ്പെട്ട പ്രേക്ഷകരെ,